ഹായ് ഓൾ, വെൽക്കം ടു ദി ചാനൽ വിവി വ്ളോഗ്സ്. സോ ഇന്ന് നമ്മളൊരു കോൾഡ് പ്രോസസ് സോപ്പാണ് കാണാൻ പോകുന്നത്. സോ ഈ കോൾഡ് പ്രോസസ് സോപ്പിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇതിന് മുന്നേ ഞാൻ ഇട്ടിരുന്ന ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കാണുക. സോ ഇത് നമ്മുടെ സെക്കൻഡ് സോപ്പാണ് ഈ സീരീസിൽ. സോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മിക്സ് ബ്ലെൻഡ് ഓഫ് ഓയിൽസ് ആണ്. അതായത് ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, കാസ്റ്റർ ഓയിൽ, ഷിയ ബട്ടർ, ഹോഹോ ഓയിൽ, ഇങ്ങനെയുള്ള ഓയിൽസിൻ്റെ ഒരു മിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്, ഷുഗറും ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗറാണ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ ആദ്യം ആഡ് ചെയ്തിരുന്നത്. സോ ഇത് നന്നായിട്ട് ഞാൻ ആക്ച്വലി ഹാൻഡ് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ബ്ലെൻഡർ യൂസ് ചെയ്യുന്നത്. ഇതൊരു മിൽക്ക് സോപ്പും കൂടിയാണ്. സോ ഇത് നമ്മുടെ നോർമൽ കൗ മിൽക്കാണ്. അത് ഞാൻ ഐസ് ക്യൂബ് ആക്കിയിട്ട് കോസ്റ്റിക് സോഡ വെച്ച് മിക്സ് ചെയ്തിട്ട് അതാണ് ലൈഫ് സൊല്യൂഷനായിട്ട് ഞാൻ യൂസ് ചെയ്തത്. സോ ഈ സോപ്പ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്ന ഡിസൈൻ ഒരു ലെയർ ഡിസൈനാണ്. പക്ഷേ ആസ് യു ക്യാൻ സി ഡിസൈൻ ഔട്ട്പുട്ട് അങ്ങനെയല്ല വന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾ പോകെ കാണും. സോ ആദ്യം ഞാൻ ഓയിൽസ് ഹാൻഡ് ബ്ലെൻഡ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ 3 മെയിൻ പ്രൈമറി കളേഴ്സാണ് എടുത്തിരുന്നത് ഈ സോപ്പിന് വേണ്ടിയിട്ട്. ഒരു പിങ്ക് കളറ്, ഒരു ഗ്രീൻ ആൻഡ് ഒരു ബ്ലൂ. സോ ഞാൻ ഈ കളറ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഡിസൈൻ ചെയ്തിരുന്നു വെച്ചതിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഒരു ഹൈ പവർ ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്വേൾസ് വരാനുള്ളൊരു രീതിയിലാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഈ മെയിൻ ബേസ് ശരിക്കും ഇപ്പം 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഈ 3 കളേഴ്സിന് വേണ്ടിയിട്ട്. ബ്ലൂ പ്രോമിനൻറ്റ് കളറും ബാക്കി പിങ്കും ഗ്രീനും ചെറുതായിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിലും എടുത്തിരുന്നത്. സോ ഇതിൽ ഞാൻ ഓയിലിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്കാണ് എനിക്ക് കുറച്ച് കളറിൻ്റെ ഒരു ഇത് വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ആമസോണിൽ മറ്റേ മൈക്ക കളേഴ്സാണ് വാങ്ങിച്ചിരുന്നത്. മൈക്കയാണ് വാങ്ങിച്ചിരുന്നത്. സോ അത് ട്രയൽ ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു ഇതുണ്ടായിരുന്നു. അതായത് ആ കളേഴ്സ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അപ്പോൾ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിന് കുറച്ചും കൂടെ അധികം ക്വാണ്ടിറ്റിയിൽ കളറ് യൂസ് ചെയ്യേണ്ടി വന്നു. സോ ഇത് ഞാൻ ആക്ച്വലി ഫ്രേഗ്രൻസ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആദ്യം നന്നായിട്ട് കളേഴ്സ് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കാമെന്ന് വെച്ചു. കളേഴ്സ് ഒന്ന് കൺഫേം ചെയ്തിട്ട് ഫ്രേഗ്രൻസ് ആഡ് ചെയ്യാമെന്ന് വെച്ചു. കാരണം ഫ്രേഗ്രൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ട്രേസിലേക്ക് പോകും. ട്രേസ് എന്ന് വെച്ചാൽ നമ്മളൊരു സോപ്പ് മേക്കിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പാണ്. ആ ഒരു ട്രേസ് കാണുമ്പോഴത്തേക്കാണ് നമ്മൾ പോർ ചെയ്ത് മോൾഡിലേക്ക് പോർ ചെയ്യുന്നത്. സോ ഇതിൽ എനിക്ക് കളറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിനകത്ത് കുറച്ച് ബ്ലൂവിൽ കുറച്ചൊരു മെറൈൻ ബ്ലൂ ആക്കാൻ വേണ്ടിയിട്ട് ചെറിയതായിട്ട് പേർപ്പിൾ ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഗ്രീൻ, എനിക്കൊരു ലെമണിൻ്റെ ഒരു ഗ്രീൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. സോ അപ്പോൾ ഞാൻ കുറച്ച് യെല്ലോ മൈക്ക ആഡ് ചെയ്തു. ഈ പിങ്കിൽ ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തില്ല. പിങ്ക് തന്നെ കുറച്ച് അഡീഷണൽ യൂസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഫൈനലി ഇത് ഹാൻഡ് ബ്ലെൻഡ് ചെയ്ത് പിന്നെ നമ്മുടെ ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ഇതിൻ്റെ കളറ് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഈ കളറിൽ. ഇത് കുറച്ച് കഴിയുമ്പം കോൾഡ് പ്രോസസ് സോപ്പ് ആയതുകൊണ്ട് തന്നെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും വീണ്ടും കുറച്ചും കൂടി കളർ ചേഞ്ച് വരും. അത് ചിലപ്പോൾ ചില കളേഴ്സ് ബ്രൈറ്റ് ആകാം, ചില കളേഴ്സ് ഡള്ളാകാം. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു, ആ ചെറിയ ടബ്ബാണ്, ഒരു 5 ഗ്രാമിൻ്റെ ടബ്ബാണ്, അത് മൊത്തം ഞാൻ യൂസ് ചെയ്തു. 3 കളേഴ്സും അങ്ങനെ തന്നെ യൂസ് ചെയ്തു. സോ ഇത് ഞാൻ പിങ്ക് ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെച്ചു. നെക്സ്റ്റ് ഗ്രീന്, പിന്നെ അതുപോലെ തന്നെ ബ്ലൂ. സോ ഇതിൽ ഞാൻ യൂസ് ചെയ്ത ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞാൽ മിക്സ് ഓഫ് ഫ്രേഗ്രൻസസ് ആണ്. ഫ്രൂട്ടി ആൻഡ് ഫ്ലോറൽ സ്മെല്ല് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു അബവ് മീഡിയം ഫ്രേഗ്രൻ്റ് വരുന്നൊരു ലെവലിലെ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഇതിനകത്ത് ഫ്രേഗ്രൻസ് ഓയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത് കഴിഞ്ഞ് ഫ്രേഗ്രൻസ് ഓയിൽ മിക്സ് ചെയ്ത ഉടനെ തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്തപ്പോഴത്തേക്കും തന്നെ നമുക്ക് ചെറുതായിട്ട് നല്ല ട്രേസിലേക്ക് വന്നു. ഇവിടെയാണ് ഫസ്റ്റ് പാളിയത്. ഗ്രീൻ ആണെങ്കിലും പിങ്ക് ആണെങ്കിലും ചെറുതായിട്ടൊന്ന് ഹാർഡൻ അപ്പായി. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഡിസൈൻ്റെ അത് മാറ്റി. നമ്മൾ പിന്നെ ആ സോണിലേക്ക് തന്നെ പോയി. ഞാൻ എന്തെന്ന് വെച്ചാൽ ബ്ലൂ ഒഴിച്ചതിൽ കുറച്ച് ഒരു ടേപ്പർ ചെയ്ത്
ഒരു ചെറുതായിട്ടൊന്ന് 2 സൈഡും സ്പൂൺ വെച്ചിട്ട് ഡിസൈൻ ചെയ്തു. അതിന് ശേഷം ഞാൻ അതിനകത്ത് മുകളിൽ പിങ്ക് ഒഴിച്ചു, ഏറ്റവും ലാസ്റ്റ് ഗ്രീനും കൂടെ ഒഴിച്ചു. അപ്പം ശരിക്കും പറഞ്ഞാൽ വച്ചിരുന്ന ഡിസൈൻ്റെ ആ ഒരു അവിടെ തന്നെ മാറിയത് കൊണ്ട് പിന്നെ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാം, പിന്നെ ഉള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം എന്നുള്ളതായി. പിന്നെ ഞാൻ ചെയ്തിരുന്ന ഇത് ഞാൻ സോപ്പ് മേക്കിങ്ങിന് വേണ്ടി തന്നെ യൂസ് ചെയ്യുന്ന സ്പൂണാണ്, കിച്ചണിലേക്ക് യൂസ് ചെയ്യുന്നതല്ല. സോ അപ്പോൾ ആ സ്പൂൺ വെച്ചിട്ട് ഞാൻ 2 സൈഡും ചെറിയ മേലിൽ ഒരു ടെക്സ്ചർ കൊടുത്തു. സോ ഇത് 48 hours കഴിഞ്ഞിട്ടുള്ള ഇതാണ്. നമ്മുടെ സോപ്പിൻ്റെ ആ കളറ് മാറിയത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും എങ്ങനെയുണ്ടെന്നുള്ളത്. സോ നല്ല ഭംഗിക്കുള്ള ഫിനിഷിന് തന്നെ നമുക്ക് കിട്ടി. സോ അപ്പോൾ ഞാൻ എൻ്റെ സോപ്പ് ബാർസ് എല്ലാം 100 grams മേളിൽ മിനിമം 100 grams വയ്ക്കാറുണ്ട്. അപ്പോൾ അതൊരു 1 inch വെച്ച് ഞാൻ കട്ട് ചെയ്യുന്നത്. സോ ഇതിനകത്ത് മാക്സിമം ഞാൻ 9 അല്ലെങ്കിൽ 10 ലോവ്സാണ് ബാർസാണ് എടുക്കുക. സോ ഈ സോപ്പ് കട്ടർ ഞാൻ woodferny.in എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല സോപ്പ് കട്ടറാണ്, നമുക്ക് ഏത് ഇതിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഏറ്റവും ആദ്യം കണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയത് നമ്മുടെ ഫ്രണ്ട് ആ സൈഡ് പോർഷൻ ആയതുകൊണ്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാമ്പിൾ പീസസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒബ്വിയസ്ലി നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇതല്ലാതെ വേറെ സോപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സാമ്പിളും കൂടെ നമ്മൾ കൊടുക്കും. കാരണം പല സോപ്സും പല ഓയിൽ ബ്ലെൻഡ്സിലാണ് ഞാൻ ചെയ്യുന്നത്. അത് ഓരോന്നിനും ഓരോ യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാലും ഒരു ഡ്രൈ സ്കിൻ ടു നോർമൽ സ്കിന്നിലെ ആൾക്കാർക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ടേപ്പർ ചെയ്യണം, നമ്മുടെ ബ്രാൻഡിൻ്റെ സ്റ്റാമ്പും ചെയ്യണം. സ്റ്റാമ്പ് ചെയ്തിട്ടായിരിക്കും ഞാനിത് ഷെൽഫിലേക്ക് വയ്ക്കുക. ഷെൽഫിലേക്ക് വയ്ക്കുന്നത് 4 to 6 weeks ആണ് വയ്ക്കുക. 4 to 6 weeks കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഈ സോപ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ 4 to 6 weeks എന്ന് പറയുന്നത് അതിൻ്റെ ക്യൂറിങ് പീരീഡാണ്. ക്യൂറിങ് കഴിഞ്ഞിട്ടായിരിക്കും ഇത് സെല് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ കോൾഡ് പ്രോസസ് സോപ്സ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, ഉണ്ടാക്കുന്ന വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു ഫോളോ മീ. അതേപോലെ തന്നെ കോൾഡ് പ്രോസസ് മാത്രമല്ല, നമുക്ക് മെൽറ്റ് ആൻഡ് പോറും നമുക്ക് സീരീസിൽ വരുന്നതാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ കുറച്ചധികം സോപ്സ് ഷേപ്സും ഡിസൈൻസും ഉള്ളത് ഞാൻ ചെയ്യുന്നുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡു കമൻറ്റ് മീ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളതിൽ. ആൻഡ് ഐ ഹോപ്പ് എവ്രി വൺ വിൽ സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.